ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയും അച്യുതനും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഭൂമി പറയാണ്, നമുക്കേ ഇനി റൂട്ട് മാറ്റി അങ്ങോട്ട് പിടിച്ചാലോ, ഇനി ഇവിടെ നിന്ന് വേറെ റൂട്ടിലേക്ക് പോകാം. അപ്പോൾ അച്ഛൻ്റെ ആ ഒരു സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി നമ്മുടെ അച്യുതനൊരു ഉമ്മയൊക്കെ കൊടുക്കുക. അപ്പോൾ അച്യുതനും ഭയങ്കര സന്തോഷം തോന്നി. മകളും സന്തോഷത്തിലാണല്ലോ. ഇന്നേ വരെ എനിക്ക് എൻ്റെ മകളുടെ ദുഃഖം കാണേണ്ടി വന്നിട്ടില്ലല്ലോ. അവളെ എത്രമാത്രം സന്തോഷിപ്പിക്കാൻ പറ്റുന്നോ അത്രയും മാത്രം സന്തോഷിപ്പിച്ച് തന്നെയാണല്ലോ ഞാൻ കൊണ്ടുപോകുന്നത് എന്നൊക്കെ അച്യുതൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്താച്ചാ അച്ഛനെന്തെങ്കിലും നോക്കി നിൽക്കുന്നത്, നമുക്ക് വേറെ റൂട്ട് പിടിച്ചാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ റൂട്ട് പിടിക്കാം, നമുക്ക് ഇതിൽ തന്നെ അങ്ങോട്ട് പോകാം റൂട്ട് പിടിച്ച്. ഈ വണ്ടി ഓടോ അച്ഛാ? അതെന്തൊരു ചോദ്യമാണ് ഭൂമി. എൻ്റെ വണ്ടിയെ ഇതുവരെയും പണി മുടക്കിയിട്ടില്ല. എൻ്റെ വണ്ടി പണി മുടക്കാതെ നമ്മൾ ഏത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നോ ആ ലക്ഷ്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. എന്നാ അച്യുതൻ മാഷേ കയറിക്കോ വണ്ടിയിലേക്ക് എന്ന് പറയാം. അങ്ങനെ ഇവർ രണ്ടും കൂടി വണ്ടി കയറുക. വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കുകയാണ്. പക്ഷേ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി എട്ടം കണ്ണ് വെച്ച് നോക്കുക. വീണ്ടും ഒന്ന് വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. അപ്പോഴേക്കും നമ്മുടെ ഭൂമിയാണെങ്കിൽ എന്താച്ചാ വണ്ടി പണി മുടക്കിയോ? ഹർത്താൽ ആരംഭിച്ചോ? ഇനി വണ്ടി മുന്നോട്ട് പോകില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. എങ്കിൽ പിന്നെ സ്റ്റാർട്ടാക്കുന്നേ, നമുക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ ഒരു രക്ഷയില്ല. രണ്ടുപേരും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ നമ്മുടെ അച്യുതനാണെങ്കിൽ ആ ബോണറ്റ് തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ഇത് മൊത്തം ലീക്കാണല്ലോ മോളെ. അയ്യോ, ചോര ഛർദ്ദിച്ചതുപോലെയാണല്ലോ ഇവൻ്റെ ഒരു പോക്ക്. ഇവനിനി അധികം ആയുസില്ലെന്നാണ് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിയുടെ നെഞ്ച് കിടന്ന് അങ്ങനെ പെട്ടപ്പെടാന്നിങ്ങനെ ഇടിക്കുകയാണ്. കാരണം തൻ്റെ അച്ഛൻ്റെ അതേ അവസ്ഥ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം കാറ് ചോര ഛർദ്ദിക്കുന്നു, കാറിന് കൂടുതൽ ആയുസില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അച്ഛാ എന്താ അച്ഛാ ഈ പറയുന്നത്? അച്ഛൻ്റെ വണ്ടി ഓടും, അതിന് യാതൊരു തടസ്സവും. എന്തിനാ മോളെ ഞാനങ്ങനെ പറഞ്ഞതിന് കരയുന്നത്? അതൊരു വണ്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത്, അതിന് മാത്രം കരയാൻ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ ഞാനും ഈ കാറും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന്. അത് ഇതുവരെയായിട്ട് അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഒരിക്കലും എന്നോട് പറയാന്നാ പറഞ്ഞത്. പക്ഷേ അച്ഛൻ എന്നോട് ഇതുവരെ അത് പറഞ്ഞിട്ടില്ല അച്ഛാ എന്നിങ്ങനെ പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്യുതനെ പെട്ടെന്ന് ചുമ വരികയാണ്. ചുമ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചോര ഛർദ്ദിക്കുക. ഇത് കണ്ട ഭൂമി പേടിച്ചു പോവുകയാണ്. ഭൂമിയാണെങ്കിൽ അച്ഛാ ഇനി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, അച്ഛാ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, പെട്ടെന്ന് വന്നേ അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് അച്യുതനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക. അപ്പം അച്യുതനെ പുറത്ത് നിർത്തിയിട്ട് നേരെ ഭൂമി ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറയുകയാണ്, എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്തിക്കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഗുരുതരമായൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവൻ വേണ്ടേ, നമ്മുടെ ജീവൻ തിരിച്ചു പിടിക്കണ്ടേ, അതിന് ഓപ്പറേഷൻ നടത്തണം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റേതായ ഒരു ഘട്ടങ്ങൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഭൂമിയോട് എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടറെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് അറിയാൻ പാടാത്തൊരു അവസ്ഥയിലാണ് ഞാൻ. ഓപ്പറേഷന് വേണ്ടിയുള്ള പണം ഒരുപാട് ഞാൻ സംഘടിപ്പിക്കാനായിട്ട് നോക്കി, പക്ഷേ പറ്റുന്നില്ല. എനിക്ക് ഒരു സ്ഥലത്തൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല സാറേ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ, ചില ട്രസ്റ്റുകളിലൊക്കെ പോയി നോക്കാറുന്നില്ലേ? എൻ്റെ പരമാവധി ഞാൻ ട്രസ്റ്റുകളിലൊക്കെ കയറി നോക്കി എൻ്റെ ഡോക്ടറെ, പക്ഷേ അവരൊന്നും സഹായിക്കാനായിട്ട് തയ്യാറാവുന്നില്ല. ഏറ്റവും വില്ലനായിട്ട് നിൽക്കുന്നതേ എൻ്റെ 5 സ്റ്റാർ കടയാണ്. അതായത് ആ ചായക്കട അവരൊക്കെ കണ്ടിരിക്കുന്നത് വലിയൊരു 5 സ്റ്റാർ കടയായിട്ടാണ്. ഞാൻ എന്ത് ചെയ്യാനാണ് സാറേ? അതിൽ നിന്ന് എനിക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ടെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അങ്ങനെ ആയിരിക്കുമ്പോൾ എനിക്ക് ഇവരാരും ഒന്നും ഒരു സഹായവും ചെയ്യുന്നില്ല എൻ്റെ ഡോക്ടറെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും താൻ വിഷമിക്കല്ലേടോ, അച്ഛൻ്റെ ജീവനാണ് നമുക്ക് ഏറ്റവും വലുത്. ഞാനൊരു ട്രസ്റ്റിൻ്റെ ഒരു ഇത് പറയാം, താൻ അവിടെ ചെന്ന് ചോദിക്കുക. ഞാനൊരു ലെറ്റർ എഴുതി തരാം, എന്നിട്ട് ആ ലെറ്ററായിട്ട് ആ ട്രസ്റ്റിലേക്ക് പോയാൽ മതി. അവർ സഹായിക്കുന്ന കൂട്ടത്തിലാണ്, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവർ സഹായിക്കും. താനൊന്ന് പോയി ചോദിച്ചു നോക്കട്ടെ ഭൂമി എന്ന് പറയാണ്. ശരി ഡോക്ടറെ. അങ്ങനെ ഡോക്ടർ ഒരു ലെറ്റർ എഴുതി കൊടുക്കാം. അങ്ങനെ ലെറ്റർ എഴുതി കൊടുത്തിട്ട് നമ്മുടെ ഭൂമിയാണെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ അച്യുതൻ ചോദിക്കുകയാണ്, എന്താ മോളെ എനിക്ക് പറ്റിയത്? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോര ഛർദ്ദിക്കുകയും മൂക്കിൽ നിന്ന് ചോര വരികയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്തെനിക്ക് പറ്റിയത്? ഞാൻ എന്തിനാ ചോര ഛർദ്ദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ വേറൊന്നുമല്ല അച്ഛാ, അച്ഛനെ അൾസർ തുടക്കമാ, നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് ചോര ഛർദ്ദിച്ചത്. അൾസർ വന്നവർ ചോര ഛർദ്ദിക്കുമല്ലോ, അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് മരുന്നൊക്കെ തരാം എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയുക. സമാധാനമായി. ഞാനാണെങ്കിൽ പേടിച്ചും പോയി, എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാൻ പറ്റുന്നൊരവസ്ഥ.
ഇതേവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്താ ഞാൻ ചോര ഛർദ്ദിച്ചെന്ന് ഞാൻ വിചാരിച്ചു പോയി മോളെ എന്ന് പറയാം. അച്ഛാ, അച്ഛൻ പറ അച്ഛാ, അച്ഛൻ പറഞ്ഞില്ലേ ഞാനും ആ കാറും തമ്മിൽ എന്തൊരു ആത്മബന്ധം ഉണ്ടെന്ന്. ഞങ്ങൾ തമ്മിലൊരു കഥയുണ്ടെന്ന്. ആ കഥ എന്നോട് പറ അച്ഛാ, അത് കേൾക്കാനായിട്ട് എനിക്ക് ധൃതിയായി എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ അച്യുതൻ കഥ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങാം. കഥ പറയാനായിട്ട് ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നടാ നമ്മുടെ നേഴ്സ് വന്നിട്ട് ആ ഭൂമി ഡോക്ടർ വിളിക്കുന്നുണ്ട് കേട്ടോ എന്ന്. അങ്ങനെ ഭൂമി നേരെ ഡോക്ടറെ കാണാനായിട്ട് ഓടി കയറി ചെല്ലുക. അപ്പോൾ ഈ സമയം തന്നെ നമ്മുടെ അച്യുതനാണെങ്കിൽ ആകെ ടെൻഷനിൽ ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, തൻ്റെ മകൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്ത. അങ്ങനെ അച്യുതൻ ആ ഒരു കഥ ആലോചിക്കുകയാണ്. കാരണം ആ ഒരു വലിയൊരു കഥ തന്നെ ആലോചിക്കുകയാണ്. അവിടെ നമ്മുടെ ഈ ഒരു നാടകക്കാരെ കണ്ടുമുട്ടിയതും അതിനുശേഷം അവരോട് ഒരു വീഡിയോ എടുക്കണം, ഒരു നല്ലൊരു രീതിയിൽ വീഡിയോ ആണ് എടുക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെ ആ പഴയ ഒരു കാലഘട്ടം അങ്ങനെ കാർ നിർത്തി നമ്മുടെ അഭിരാമിയെ പുറത്തെടുക്കുകയും അഭിരാമിക്ക് വേണ്ടി ആ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ഒരു ബെഡൊക്കെ വിരിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറേ കരിയിലേക്ക് വിരിച്ചിട്ട് അതിനുശേഷം ഈ കൊച്ചിനെ അവിടെ നിർത്തുകയും കൊച്ചിനെ കാർ വെച്ച് ഓടിക്കുകയും ലാസ്റ്റ് കൊച്ചിനെ അവിടെ കിടത്തി ചോര വരുന്നത് പോലെ കാണിക്കുകയും ഒക്കെ. അങ്ങനെ നമ്മുടെ അച്യുതൻ ആ ഒരു വീഡിയോ എടുത്ത കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുക. അങ്ങനെ ആ വീഡിയോ എടുത്തിട്ടാണ് ഭവാനിക്ക് അയച്ചു കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നു ഈ ഭവാനിയുടെ ഗുണ്ട. അപ്പോൾ അച്യുതനെ തീർക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അച്യുതനെ തീർക്കാൻ വേണ്ടി തന്നെ പതിയെ നേരെ അങ്ങോട്ട് ചെന്ന് കത്തി നിവർത്തി അച്യുതൻ്റെ അടുത്തേക്ക് അടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്ന ഭൂമി അച്ഛാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഭൂമിയെ കണ്ടപാടെ തന്നെ ഈ ഗുണ്ട ഒന്നും അറിയാത്ത രീതിയിൽ തിരിഞ്ഞു നടക്കുകയാണ്. ഭൂമി കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ. എന്തായി മോളെ കാര്യങ്ങളെല്ലാം എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു കുഴപ്പമില്ല അച്ഛാ, ഈ അൾസറിൻ്റെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾക്ക് മെഡിസിനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റേതായ രീതിയിൽ ചെയ്യണം, നമുക്കെന്നാൽ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞപ്പോഴേക്കും നമുക്ക് ഇറങ്ങാം മോളെ. അങ്ങനെ നമ്മുടെ അച്യുതനും ഭൂമിയും ഇവിടെ കഴിഞ്ഞപ്പോഴും അച്യുതന് ഭയങ്കര കഥപ്പിങ്ങനെ തോന്നുകയാണ്. അച്ഛന് വയ്യേ? എന്താണെന്നറിയില്ല മോളെ, ഭയങ്കര ക്ഷീണം, നടക്കാനായിട്ട് പറ്റുന്നില്ല, വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അച്ഛനൊരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്ക്, ഞാൻ പോയി സ്കൂട്ടർ ഇങ്ങോട്ട് എടുത്തിട്ട് വരാം. ശരി മോളെ, നീ പോയി സ്കൂട്ടർ എടുത്തിട്ട് വാ. അങ്ങനെ ഭൂമി സ്കൂട്ടർ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ട നേരെ അച്യുതൻ്റെ പിന്നാലെ എത്തിക്കഴിയുകയാണ്. അപ്പോൾ അച്യുതൻ പതിയെ നടക്കുക. അപ്പോൾ ഗുണ്ട കത്തിയായിട്ട് ഇങ്ങനെ കുത്താൻ പോകുന്ന ആ സമയത്ത് ഭൂമി സ്കൂട്ടറായിട്ടും വരികയാണ്. അപ്പോഴും ഈ ഗുണ്ടയ്ക്ക് കുത്താനായിട്ട് പറ്റില്ല. ഗുണ്ട അങ്ങോട്ട് മാറി ഒളിച്ച് നിൽക്കുക. അച്ഛാ വണ്ടിയിലേക്ക് കയറിച്ച നമുക്ക് പോകാം. ശരി മോളെ എന്നും പറഞ്ഞ് അച്യുതൻ സ്കൂട്ടറിലേക്ക് കയറി ഇവർ രണ്ടുപേരും പോവുകയും ചെയ്യണം. അപ്പോൾ ഗുണ്ടയ്ക്കായ അരിശവും വരികയാണ്. അവന് തീർക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഗുണ്ടയ്ക്ക് ഭയങ്കര അരിശം വരികയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ചായക്കടയിൽ നല്ല തിരക്കാണ്, നല്ല ജോലിയൊക്കെ ചെയ്യുക. ആ സമയത്ത് പോലീസുകാരെ വന്ന് പറയുകയാണ്, അതെ 16 ബോണ്ടയും 16 ഉണ്ണിയപ്പവും എന്നൊക്കെ വേണമെന്നൊക്കെ പറയണം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കുമേ എന്താണ് സ്പെഷ്യല്, എന്താണ് പ്രത്യേകത, എന്തെങ്കിലും വിശേഷമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ പിന്നെ പറയാം, ആദ്യം എടുത്തിട്ട് വാ, അതിനുശേഷം പറഞ്ഞാൽ പോരെ. ശരി സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമി ധൃതിക്ക് ഇതെല്ലാം ചെയ്യാം. അപ്പോൾ പൂമാലയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ CI വന്നിറങ്ങിയപ്പോഴേക്കും ഹലോ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ല എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്കെന്താ വിശേഷം, നിനക്കെന്തെങ്കിലും വിശേഷമുണ്ടോ? എനിക്ക് വിശേഷമൊന്നുമില്ല. എങ്കിൽ പിന്നെ നീ നിൻ്റെ പണി നോക്കിയാൽ പോരെ, ചായക്കടക്കാരി, നിനക്ക് ചായ ഉണ്ടാക്കി പലഹാരം ഉണ്ടാക്കി കൊടുത്താൽ പോരെ, നീ കൂടുതൽ വിശേഷങ്ങൾ തിരക്കാനായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. ആയിക്കോട്ടെ എന്ന് പറയാം. അങ്ങനെ CI സാറ് നേരെ സ്റ്റേഷനിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ CI സാറിന് വേണ്ടി പൂമാലയും പൂച്ചെണ്ടൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. ഇതെന്തിനാണോ, ഇതൊക്കെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു ചോദിച്ചപ്പോഴേക്കും സാറ് വലിയൊരു കേസല്ലേ തെളിയിച്ചിരിക്കുന്നത്, ഈ കേസിനൊരു തീരുമാനമായില്ല, അപ്പോൾ സാറിനെ നന്നായിട്ട് അനുകരിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ സാറേ ഒരാളെയും കൂടി വിളിക്കായിരുന്നു, ആ ഭൂമിയെ, കാരണം ഭൂമിയും കൂടെ ഉള്ളത് കൊണ്ടാണല്ലോ ഈ കേസ് സാറിന് തെളിയിക്കാനായിട്ട് പറ്റിയത്. ഷട്ടപ്പ്, ആ ചായക്കടക്കാരുടെ പേര് പറഞ്ഞു പോകരുത്, കാരണം അവർ സഹായിച്ചെന്നോ? അയ്യേ, എവിടെ നിന്ന് സഹായിക്കാൻ, ഒരു ചായക്കടക്കാരിയാണോ ഇതെല്ലാം തെളിയിക്കും? നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പത്രത്തിലെടുത്ത് കൊടുക്ക്, ചായക്കടക്കാരി കാരണം ഒരു CI കേസ് തെളിയിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവളാണ് എല്ലാ ഇതുകളും തന്നത്, എല്ലാ പ്രൂഫുകളും തന്നത് അവളാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളങ്ങോട്ട് പറ, പത്രക്കാരതെല്ലാം ഇറക്കട്ടെ, അപ്പം സമാധാനമാവോ?
അപ്പോൾ ഇതെല്ലാം സോൾവ് ആകാൻ വേണ്ടി നമ്മുടെ അടുത്ത പോലീസുകാരൻ നമ്മുടെ CI സാറെ നല്ല പ്രശംസിച്ച് തന്നെ പറയുകയാണ്. നമ്മുടെ സ്റ്റേഷൻ്റെ അഭിമാനമാണ് സഞ്ജയ് സാറ്, അജയ് സാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഒരുപാട് പ്രശംസിക്കുക. അങ്ങനെ CI സാറ് നേരെ അകത്തേക്ക് കയറുകയാണ് CI സാറിൻ്റെ കൂട്ടുകാരനും. അപ്പോൾ CI സാറ് ആകെ കലിപ്പിലിങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഭൂമി വന്നിട്ട് CI സാറോട് പറയാണ്, കൊള്ളാം CI സാറേ, ഏതായാലും സാറ് വലിയൊരു കേസ് തന്നെയാണ് തെളിയിച്ചിരിക്കുന്നത്, ഭയങ്കര ഗംഭീരം തന്നെ, ഇതിനെ എത്ര പ്രശംസിച്ചാലും അത് മതിയാവില്ല, ഞാനിതിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ലല്ലോ, CI സാറിൻ്റെ എല്ലാ കാര്യം കൊണ്ട് CI സാറിൻ്റെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ നമ്മുടെ ഭൂമിയെ വല്ലാതെ ഒന്ന് ആട്ടിപ്പായിക്കുകയാണ്. നിനക്ക് എന്താണ് ഇവിടെ കാര്യം, നിനക്ക് ചായക്കടക്കാരിയെ ഈ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കണ്ട, ഇറങ്ങിപ്പോടി എന്നും പറഞ്ഞുകൊണ്ട് ഭൂമിയെ വല്ലാത്തൊരു രീതിയിൽ ഇറക്കി വിടുകയാണ്. എല്ലാവർക്കും അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സങ്കടം തോന്നി. അപ്പോൾ CI സാറിൻ്റെ കൂട്ടുകാരനാണെങ്കിൽ, അതേ നിനക്ക് എന്താ പറ്റിയത്, നിനക്കേ ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ട്, പോലീസുകാരൻ എന്ന് പറഞ്ഞ ഈഗോ, ഇത് ഇട്ടപ്പോഴേക്കും ആടാ നീ പറഞ്ഞ സത്യം തന്നെയാണ്, എനിക്ക് പഴയ അജയ് ആവാനായിട്ട് അങ്ങോട്ട് സാധിക്കുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് പോലും എനിക്കറിയില്ല. എന്താ നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ് ഈ കേസ് തെളിയിക്കാനായിട്ട് പറ്റിയെന്ന്? ഒരിക്കലും അങ്ങനെയില്ല, എല്ലാത്തിനും കാരണക്കാരി ആ ചായക്കടക്കാരി തന്നെയാണ്. ആ ഒരു പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു, ചായക്കടക്കാരി, അതാണ് നിന്റെ പ്രശ്നം അല്ലേ? ഒരു ചായക്കടക്കാരി ഈ കേസിനൊരു വഴിത്തിരിവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് നാണക്കേടാണ്. ഒരു പോലീസുകാരന് പോലും പറ്റാത്തൊരു കാര്യം ചായക്കടക്കാരി പറഞ്ഞു തന്നു എന്നൊക്കെ മറ്റുള്ളവർ അറിയാൻ നേരത്ത് നിനക്കത് നിന്റെ ഈഗോയെ ബാധിക്കും അല്ലേടാ എന്നൊക്കെ പറയണം. എടാ ഞാൻ ചെയ്ത് തെറ്റായി പോയല്ലേ, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി തന്നെയാ ഇതിനെ ഒരു വഴിത്തിരിവ് ഉണ്ടാക്കി തന്നത്, എല്ലാ ക്രെഡിറ്റും അവൾക്ക് തന്നെയാണ്. ഞാനെന്താ അവളോട് സോറി പറയണോ? പറയടാ, ഞാൻ വേണമെങ്കിൽ അവളോട് സോറി പറയാം. അപ്പോൾ കൂട്ടുകാരനെ ഇങ്ങനെ തന്നെ നോക്കി തന്നെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ഭൂമി ചായയായിട്ട് വരിക, ചായയായിട്ട് വന്ന് എല്ലാവർക്കും ചായ കൊടുക്കുക. അപ്പോൾ ഒരു പോലീസ് നമ്മുടെ ഭൂമിയോട് പറയുകയാണ്, മോളെ ഇവിടെയൊക്കെ നടന്നതിലും മോൾ ക്ഷമിക്കണം, ആ ഒരു രീതിയിൽ നിന്നോട് സംസാരിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കുമേ കുഴപ്പമില്ല, ഞാനാണ് ഓവർ സ്മാർട്ട് കാണിച്ചത്, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു, ഒന്നും സാരമില്ല, ഞാൻ CI സാറോട് ഞാൻ തന്നെ മാപ്പ് പറഞ്ഞോളാം എന്നും പറഞ്ഞ് നമ്മുടെ ഭൂമി നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. സാറേ ചായ, എന്നാ സാറേ ചായ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേർക്കും ചായ കൊടുക്കുകയാണ്. ചേട്ടത്തിനപ്പോഴേക്ക് ഭൂമി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അത് പിന്നെ സാറേ സോറി കേട്ടോ. അപ്പോൾ അജയും പറയാണ് സോറി എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്. അപ്പോൾ നമ്മുടെ CI സാറാണെങ്കിൽ അതെ ഒന്ന് നിന്നേ, അത് തനിക്കാണ്ട് എല്ലാ ക്രെഡിറ്റും ഈ കേസ് തെളിയിക്കാനുള്ള എല്ലാ ഇതും ഒപ്പിച്ചു തന്നത് താൻ തന്നെയാണ്, എല്ലാ ക്രെഡിറ്റും തനിക്കിരുന്നോട്ടെ. ഇത് കേട്ട് നമ്മുടെ ഭൂമിയാണെങ്കിൽ അയ്യോ എൻ്റെ പൊന്നു സാറേ, എനിക്ക് സാറിന് ക്രെഡിറ്റ് ഒന്നും വേണ്ട കേട്ടോ, എൻ്റെ മനസ്സിൽ തോന്നി അതൊക്കെ ഞാൻ പറഞ്ഞു, അത്രേ മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട എൻ്റെ പൊന്നു സാറേ. പിന്നെ സാറിങ്ങനെ എൻ്റെ മുന്നിലേ സൗമ്യമായിട്ട് പറയുന്നത് കേൾക്കാനായിട്ടേ ഒരു രസവുമില്ല, സാറിൻ്റെ ആ ഗാംഭീര്യമായ വർത്തമാനമൊക്കെ കേൾക്കാനാ സാറിനെ ഒന്നും കൂടി സുന്ദരനാക്കുന്നത്, അതുകൊണ്ട് സാർ അങ്ങനെ സംസാരിച്ചാൽ മതി. അയ്യോ സാറേ ചായ തണുത്തു പോവും, എന്താ ചായ കുടിക്കാത്തത്? ഞാൻ എടുത്തു തന്നോ, ഇന്ന് ചായ കുടിക്ക്. ഷട്ടപ്പ്, വെച്ചിട്ട് പോടി, നീ ആരാണെന്ന് നിന്റെ വിചാരം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ CIയുടെ മുഖം പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറുകയാ. ഭൂമി ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.